ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സുനിശ്ചിതമായ ഇടപെടലെ ഉറപ്പുവരുത്തുന്ന ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയോട് ചേർത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ഈശോയെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവുമായി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞുള്ള ഓരോ നിമിഷവും നമുക്ക് ആവശ്യമായ ഒരു ശ്രദ്ധ, എപ്പോഴൊരു ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഉടമ്പടി പല ആൾക്കാർക്കും അനുഭവവേദ്യമാകാത്തതിൻ്റെ ഒരു കാരണം ജാഗ്രതയുടെ കുറവാണ്. കാരണം നമ്മൾ ഒരു വ്യക്തിയുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, അല്ലേ? ഉടമ്പടി അല്ലെങ്കിൽ അച്ഛനിടക്ക് പറയാറുള്ള ബെറിത്ത് റിലേഷൻ, ഉടമ്പടി നമ്മൾക്ക് എന്താണ് തരണത്? ദൈവമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കി തരികയാണ്. അതിനാണ് ബെറിത്ത് എന്ന് പറയണത്. ഹെബ്രായ ബൈബിളിലെ ഉടമ്പടിക്ക് പകരം പറയുന്ന വാക്ക് ബെറിത്ത് എന്നാണ്. നമ്മൾ ദൈവമായിട്ടിപ്പോൾ എന്താ ചെയ്യണത്? ഒരു ബെറിത്ത് ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? റിലേഷനാണ്. അപ്പം നമ്മൾ ദൈവമായിട്ട് ഒരു റിലേഷനിൽ വരികയാണ്. അത് റിലേഷൻ്റെ പ്രഖ്യാപിതമായ രൂപം, അതിൻ്റെ ഒരു എന്താണ്, ഒരു സൈൻഡ് ഫോമാണിത്. പ്രിസ്ക്രൈബ്ഡ് സൈൻഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നമുക്ക് റിലേഷനിലാകാൻ വേണ്ടി ദൈവം തന്നെ മുൻകൈയെടുത്ത് നിശ്ചയിച്ചിട്ടുള്ള ഒരു പദ്ധതി, ഒരു പ്രയോഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ഉടമ്പടി ചെയ്യുമ്പോൾ മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയുള്ള ദിവസങ്ങളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം നമ്മൾ ഓവറായിട്ട് വേറെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടും വേറെ ആൾക്കാരോട് ആവശ്യമില്ലാത്ത സംസാരിച്ചും ആവശ്യമില്ലാത്ത പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് ഡിസ്റ്റോർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ഇപ്പം നമുക്കൊരു വെള്ളത്തിൽ നമ്മൾ മുഖം കാണുന്നത് എങ്ങനെയാണ്? വെള്ളം നിശ്ചലമാകുമ്പോഴല്ലേ, അല്ലേ? ഏത് കുടത്തിൽ പോലും നമുക്ക് മുഖം കാണാൻ പറ്റും. കാര്യം അത് നിശ്ചലമാണ്. പക്ഷേ വെള്ളം ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മുടെ മുഖവും അതുപോലെ ഡിസ്റ്റോർട്ടഡായി പോകും. അപ്പം ഡിസ്റ്റർബൻസ്, ഡിസ്റ്റോർഷൻ, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ആവശ്യമില്ലാത്ത വിഷയത്തെ കൊണ്ടുപോയി ഉടമ്പടിക്കാലത്ത് തലയിടരുത്, അല്ലേ? ആവശ്യമില്ലാത്ത, ഇപ്പോൾ അടുക്കളയിൽ തന്നെ ഒരു സംസാരം ഉണ്ടായി, അല്ലെങ്കിൽ അങ്കണത്ത് സംസാരം ഉണ്ടായി, ചില നമുക്കിഷ്ടപ്പെടാത്ത ആൾക്കാർ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വീട്ടിൽ വന്നു, അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് കൊണ്ടുപോയി വെറുതെ തല വെച്ച് കൊടുക്കരുത്. അത് ഉടമ്പടിയുടെ കാര്യം. നമ്മൾ വളരെ ശ്രദ്ധയോടെ ദൈവതിരുസന്നിധിയിൽ ഒരു ബയലാട്രൽ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഇത് ഇറ്റ്സ് നോട്ട് എ പ്രെയർ. ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല, അതൊരു പ്രയോഗമാണ്. ദൈവവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടെ നിൽക്കണം. എന്താ കാര്യം എന്നറിയാവോ? ദൈവം ഉടമ്പടിയുടെ ഒരു പ്രോമിസ്, നമുക്കറിയാം ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസിലാണ്. ഉടമ്പടി ആകാശത്ത് നമ്മൾ എഴുതുകയല്ല, മറിച്ച് ഉടമ്പടിയിൽ പ്രിസ്ക്രൈബ്ഡ് പ്രോമിസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി നിലവിൽ വരുന്നത്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം. ഓരോ വിഷയം, ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് പ്രോമിസ് ഉണ്ട്, എന്നുവെച്ചാൽ വാഗ്ദാനമുണ്ട്. അതായത് അത് ആണ് നമ്മളിൽ പാലിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അത് അനുഗ്രഹമായിട്ട് മാറണത്.
അത് മനസ്സിലായി. അതായത് ദൈവം അനാദികാലം മുതലേ ഈ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ആത്മാവിൻ്റെ ആ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒറ്റ പ്രോമിസാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രോമിസിൻ്റെ ഉദ്ദേശം എന്താണ്? ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ശാരീരിക അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക. അതിലാണ് വീടുണ്ട്, വിവാഹമുണ്ട്, വഴിയുണ്ട്, ILTS ഉണ്ട്, വസ്തു വിൽപ്പനുണ്ട്, വസ്തു വാങ്ങലുണ്ട്. ഇതെല്ലാം ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്, ആധ്യാത്മികത. കാരണം ഈ കാലത്തിന് ശേഷവും വീണ്ടും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിത്യമായി ജീവിക്കാൻ വേണ്ടി ഉള്ള സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ഉടമ്പടിയുണ്ട്. അതിനാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. തമ്മിൽ മനസ്സിലാക്കണം, ഈ ദൈവം എന്ത് ചെയ്താലും ഉടമ്പടി മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എയിം ഒന്ന് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഈ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, പിന്നെ വരാൻ പോകുന്ന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. അപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ബേസിക്കായിട്ട് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. ആവശ്യങ്ങൾ നിറവേറ്റുക. ഈ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളെ ദൈവം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ വാതായനങ്ങൾ മുട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധയില്ലെങ്കിൽ നമുക്കിത് വിവേചിക്കാൻ പറ്റാതെ വരും. ഈ ആത്മാവിൻ്റെ മുട്ടലുകളെ, തട്ടലുകളെ നമ്മൾ അറിയണത് മറ്റ് ലോകത്തിൻ്റെ അരൂപികളുടെ മുട്ടലും തട്ടലും കൂടുതലാണെങ്കിൽ ആത്മാവിൻ്റെ മുട്ടലെ വിവേചിക്കാൻ പാടായിരിക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ഉടമ്പടിയുടെ റേഞ്ച് നോക്കുമ്പോൾ ആ സാക്ഷ്യം അത്ര വലിയ സാക്ഷ്യമാണോ എന്ന് ചിലപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം വരാം. പക്ഷേ സാക്ഷ്യം ഇതാണ്. ഒരു അഞ്ചു മാണി എന്ന് പറയുന്ന ഒരു മോള് ഒരു ഉടമ്പടി ചെയ്യണ മുമ്പ് ഇവളുടെ OET പരീക്ഷയ്ക്ക് ഇവൾ പൊട്ടിപ്പോകും. സ്പീക്കിംഗ് ഭയങ്കര ഡിസാസ്ട്രസ് ആവും. അവൾ പറഞ്ഞ ഒരു 15 തെറ്റെങ്കിലും എൻ്റെ സംസാരത്തിലുണ്ടെന്ന്. എന്നിട്ട് അപ്പോൾ നമുക്ക് സ്പീക്കിംഗ് പോയല്ലോ ഓൾറെഡി. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവർ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ പരിശുദ്ധാത്മ പറയും, നീ പൊട്ടിയിരിക്കുകയാണ് വ്യക്തമായിട്ടും, കണ്ടില്ലേ? അപ്പോൾ ഇനി വേറൊരു പരീക്ഷ എഴുതുകയാണ് നിൻ്റെ ഓപ്ഷനുള്ളത് നിനക്ക്. പക്ഷെ നീ ഇത് റീവാലുവേഷന് കൊടുത്താൽ മതി. അതാണ് പ്രശ്നം. അപ്പം അഞ്ചു പറയണത്, ബുദ്ധിയും ബോധമുള്ളവൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. കാര്യം ഞാനാണല്ലോ സംസാരിച്ചത്, ഞാനല്ലേ സ്പീക്ക് ചെയ്തത്. അതിൻ്റെ അകത്ത് കുറേ അധികം മിസ്റ്റേക്കുണ്ട്. ബുദ്ധിയും ബോധമുള്ള മല്ലൊരു 7,000 രൂപ 7,500 രൂപ മുടക്കി റീവാലുവേഷന് കൊടുക്കുമോ? പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു റീവാലുവേഷന് കൊടുക്കാൻ. അവിടെ ബുദ്ധിയല്ല വർക്ക് ചെയ്യണത്. അവിടെ എന്താ വർക്ക് ചെയ്യണത്? വിശ്വാസമാണ് വർക്ക് ചെയ്യണത്. ബോധം പോലും അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഒരുപാട് ബുദ്ധിയും ബോധമുള്ളവൻ വെറുതെ 7,000 രൂപ മുടക്കിയിട്ട് അത് കൊടുക്കത്തില്ല. പക്ഷേ ഇവളുടെ ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് ഒരു ഇൻസ്പിറേഷനാണ്. നീ പരീക്ഷയല്ല എഴുതേണ്ടത്, പുതിയ പരീക്ഷയിൽ എഴുതേണ്ടത്, റീവാലുവേഷൻ കൊടുക്കുക. 40 പോയിൻ്റാണ് മറ്റേ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സംഭവത്തിന് റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ 10-15 മിസ്റ്റേക്കാണ് സ്പീക്കിങ്ങിൽ വന്നിരിക്കുന്നത്. അതിനെന്ത് കിട്ടിക്കണം? റീവാലുവേഷൻ കൊടുത്തപ്പോൾ എന്താ ഉള്ള മാർക്ക് കൂടി പോകേണ്ടത് ആ കണക്കിന്. പക്ഷേ ഇവൾക്ക് അമ്മ ഒരു 20 മാർക്ക് കൂടി ഇട്ടെടുത്തിട്ട് ശരിക്കും സ്കോറിൻ്റെ മെറിറ്റിൽ സ്കോർ ചെയ്ത് കളഞ്ഞു. അത്രയും വിഷയമാണ്. 20 മാർക്ക് കൂടി റീവാലുവേഷൻ. ഇത്രയും പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടും 20 മാർക്ക് കൂടി. അപ്പോഴേ അവൾ പറയണത് ശരിയാണ്, ബുദ്ധി അതിൻ്റെ അകത്തില്ല, ബോധമില്ല. പക്ഷേ എന്താ ഉള്ളത്? വിശ്വാസം. ഈ വിശ്വാസത്തിൽ എന്താ ചെയ്തിരിക്കണത്? ഈ പരീക്ഷ എഴുതണ്ട, മറിച്ച് റീവാലുവേഷൻ കൊടുത്താൽ മതി. അപ്പം അഞ്ചു എന്താ പറയണത്? ഇത് ബുദ്ധിയും ബോധമില്ലാത്ത വർത്തമാനമാണ്. എന്താ കാര്യം? എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ലോജിക്കില്ല. അത് ചില കാര്യങ്ങൾക്ക് ലോജിക്ക് ഉണ്ടാകത്തില്ല. പിന്നെ എന്തുണ്ടാവും? ഫെയ്ത്ത് ഉണ്ടാവും. ഫെയ്ത്തും ലോജിക്കും ചില സമയത്ത് വഴിപിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ഒരുമിച്ച് നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഫെയ്ത്തും ലോജിക്കും തമ്മിൽ വല്ലപ്പോഴും കൂടത്തുള്ളൂ, എപ്പോഴും കൂടത്തില്ല. സയാമീൻസ് ഇരട്ടകളപ്പുറം നടക്കത്തില്ല. ഫെയ്ത്തിനെ ചില സമയത്ത് ലോജിക്ക് ഫെയ്ത്തിൻ്റെ
ഫെയ്ത്ത് ചിലപ്പോൾ ലോജിക്കിൻ്റെ മുമ്പിൽ കയറി നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ യുക്തിയുടെ മുമ്പിൽ കയറി വിശ്വാസം നടക്കും. ഇങ്ങനെ ചില സമയത്ത്. പക്ഷേ ഇത് എപ്പോഴും നമുക്ക് വിവേചിക്കാൻ പറ്റും. ഇത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇത് നിനക്ക് റീവാലുവേഷനുമാണ് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇറസിസ്റ്റബിളായിട്ടുള്ള, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു ഉൾത്തള്ളൽ ഇങ്ങോട്ട് വരും. ഈ ഉൾത്തള്ളൽ ദൈവത്തിൻ്റെ ഒരു സ്വരമാണ്. ഇത് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ജാഗ്രത വേണം. പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിൽ ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ജാഗ്രത ഇല്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ മെയിനായിട്ട് വരുന്ന ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം ജാഗ്രതയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി ഞാനും ദൈവവുമായി ഞാനും അങ്ങുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ ഉടമ്പടി കാലങ്ങളിലെ അങ്ങയുടെ മനസ്സിലുള്ളത് എനിക്ക് പകർന്നു തരുമ്പോൾ ഗ്രഹിച്ചെടുക്കാനുള്ള ആത്മീയ ജാഗ്രതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. കൈകൾ നെഞ്ചത്ത് വെച്ച് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഈ സമയത്ത് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പ്രാർത്ഥിക്കുക. ഓ ഈശോയെ ആരാധ്യനേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയവനെ, മുൾക്കിരീടത്തിൽ നിന്നൊഴുകുന്ന വിശുദ്ധ രക്തത്താൽ എന്റെ ആത്മാവിനെയും അന്തരംഗങ്ങളെയും അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അതുമൂലം അങ്ങയുടെ വചനങ്ങൾക്ക് വേണ്ടി കൊതിയോട് ദാഹിക്കുവാൻ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അഞ്ചു കേട്ട ഈ സ്വരം എവിടുന്ന് കിട്ടിയതാ, എവിടുന്ന് വന്നതാണ്? രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് അഞ്ചു കേട്ട ഈ സ്വരം? നീ റിവാലുവേഷന് കൊടുക്കുക, പരീക്ഷ വീണ്ടും എഴുതുന്നതിനേക്കാളുപരി അഞ്ചു കേട്ട ഈ സ്വരം എവിടുന്ന് വന്നതാ? അതാണ് ഒരു ചോദ്യം. എങ്ങനെ വന്നതാണ്? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് വന്നതാണ്? ഇത് ഉടമ്പടി ചെയ്യുന്നവർ അറിയണം. കാര്യം ഇതൊരു ഓഫറിങ്ങിൻ്റെ ഭാഗമാണ് ഈ സ്വരം. ഇത് ദൈവത്തിൻ്റെ ഒരു ആദ്യകാലം മുതലേ ഉള്ള ഒരു വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. എന്താണ്? നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, ദൈവം നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ പറയും, അച്ഛാ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയും. എന്താ? വിഷയം എടുക്കുന്നതിൽ കൺഫ്യൂഷൻ, ഗ്രൂപ്പ് എടുക്കുന്നതിൽ കൺഫ്യൂഷൻ. ഇപ്പോൾ ഗ്രൂപ്പ് സെലക്ഷൻ്റെ സമയമല്ലേ, അപ്പോൾ ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതിനെക്കുറിച്ച് ചിലർ പറഞ്ഞ് മാത്സ് എടുക്കണം, ചിലർ പറഞ്ഞ് കൊമേഴ്സ് എടുത്താൽ മതി, ഇപ്പോൾ BCom MBA അങ്ങനെ പോകാൻ നിനക്ക്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യം, ഓരോ കൂട്ടുകാരൊക്കെ ഓരോരോ വിഷയം പറയുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് മനുഷ്യനെ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഒരു വിഷയം വരും, അപ്പോൾ കല്യാണം നടത്തണം, ആദ്യം കല്യാണം നടത്തണം, അതാ വീട് വെക്കണം, അതാ മകന് വിസയ്ക്ക് പൈസ കൊടുക്കണം, കൺഫ്യൂഷൻ. അപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷൻ എന്നുള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരേ വെയിറ്റേജുള്ള 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ പ്രയോറിറ്റി അറിയാൻ പറ്റാത്ത അവസ്ഥ. ഒരേ വെയിറ്റേജുള്ള 3 കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ദൈവം അലോട്ട് ചെയ്തിരിക്കുന്നത്? ഒന്നാമത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ്. പല പരിശുദ്ധാത്മാവിന് പല ജോലികളുണ്ട്, അതിലൊന്ന് കൺഫ്യൂഷൻ മാറ്റുകയാണ്. എന്താ കാര്യം? ഇപ്പം അതാണ് ബൈബിൾ പറയണത്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ. എന്താ വെച്ചാൽ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കത്തില്ല മനുഷ്യൻ. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എന്താണ് വചനം?
എന്താ വചനം? നിങ്ങൾ തന്നെ പറഞ്ഞു. എന്താ വചനം? ഐസയ 30:21. എന്താ വചനം? നീ എന്നിട്ട് ഏറ്റു പറഞ്ഞ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ഐസയാന്റെ കാലത്ത് നടക്കണ കാര്യമല്ല, ഇതൊരു പ്രസന്റ് കാര്യമാണ്. ഈ വചനത്തിന് ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാവോ? വചനം ഒരു എവർ പ്രസൻറ്റിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദ പ്ലേസ്മെൻറ്റ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ഇസ് ഇൻ എവർ പ്രസൻസ്. എവർ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പ്രസൻസിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതിന് പാസ്റ്റില്ല, വചനത്തിന്. എന്നുവെച്ചാൽ ഭൂതം എന്ന് പറഞ്ഞൊരു ഡയമെൻഷനില്ല. പിന്നെന്താണ്? ചരിത്ര പുസ്തകങ്ങൾക്കെല്ലാം മനുഷ്യൻ്റെ വചനങ്ങൾക്കെല്ലാം ഭൂതമുണ്ട്, ഭാവിയുണ്ട്, പിന്നെ എന്താണ്? വർത്തമാനമുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് എവർ പ്രസൻറ്റിലാണ് നിൽക്കുന്നത്. ഈശോ എന്താ പറഞ്ഞത്? ആകാശം മാറിപ്പോകും. പറഞ്ഞേ, ആകാശം മാറിപ്പോകും, ഭൂമിയും കടന്നുപോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമില്ല. എന്താ കാര്യം? അത് എവർ പ്രസന്റിലാണ്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം. ആകാശം മീൻസ് ആകാശത്തല്ലേ സൂര്യൻ നിൽക്കണത്. സൂര്യനെ ചുറ്റിട്ടല്ലേ ഗ്രഹങ്ങളൊക്കെ എല്ലാം കറങ്ങുകയും സ്വയം കറങ്ങുകയും ഒക്കെ ചെയ്യണത്. ഇങ്ങനെ ടൈം ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് എ മെറ്റാഫിസിക്കൽ സബ്ജക്റ്റ് അല്ലേ? ടൈം എന്ന് പറയുന്നത് ഒരു ഫിസിക്സിൻ്റെ സബ്ജക്റ്റ് അല്ല. ടൈം, ഊർജ്ജം ഒരു ഫിസിക്സിൻ്റെ സബ്ജക്റ്റാണ്. പക്ഷേ ടൈം ഒരു ഫിസിക്സിൻ്റെ സബ്ജക്റ്റ് അല്ല, അത് മെറ്റാഫിസിക്സിൻ്റെ സബ്ജക്റ്റാണ്. അതിന് അരിസ്റ്റോട്ടലാണ് പറയുന്നത് കറക്റ്റായിട്ട് കാര്യങ്ങൾ. എന്താണ്? ടൈം ഇറ്റ്സ് ദ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്. ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ഏകകമായിട്ടാണ് ഈ സമയം. ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനത്തിൻ്റെ ഏകകമായിട്ടാണ് സമയം വരുന്നത്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിൻ്റെ ചലനമെന്ന് പറയുന്നത്, ആകാശം എന്ന് പറഞ്ഞ ആ ടോട്ടാലിറ്റിയിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ചലനം, ആകാശം കടന്നു പോകുന്ന പറയണത്. കടന്നു പോകും. കാലം ഇങ്ങനെ മാറി മാറി വരത്തില്ലേ? ഓരോരോ കാലം മാറത്തില്ലേ? ഇല്ലേ? വർഷകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, കാലം മാറുകയാണ്. അപ്പോഴിങ്ങനെ ഈശോ പറഞ്ഞ ആകാശം മാറും, കാലം മാറും, പിന്നെന്താണ്? ഭൂമിയും കടന്നു പോകും, സമയം, സ്ഥലമൊക്കെ മാറും. സ്ഥലം മാറും. ഇപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഈ കലവൂരില്ല. എറാസ്തനസിൻ്റെ പഴയ ഭൂപടങ്ങൾ നോക്കിയാൽ ആലപ്പുഴ ഇല്ല അതിൻ്റെ അകത്ത്. കൊല്ലം മുതൽ മയ്യഴി വരെയുള്ള സ്ഥലങ്ങൾ വീതിയിൽ കരയില്ല. എറാസ്തനസിൻ്റെ കപ്പലോട്ടങ്ങൾ നടക്കുന്ന തൃപ്പൂണിത്തുറയിലാണ് കരയുള്ളത്. അതങ്ങനെ കോട്ടയം വഴി കുമരകം വഴിയാണ് പോണത് കടലേ. കോട്ടയം വഴിയാണ് കർത്താവിൻ്റെ കാലത്ത് 2000 കൊല്ലം മുമ്പ് ഇല്ല. അപ്പോൾ ഭൂമി മാറി. ആ 2000 കൊല്ലത്തിന് ശേഷമാണ് ഈ ഭൂമി വെച്ചിരിക്കണേ. അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയും മാറുന്നതാണ്. ഇനി ചിലപ്പോൾ കടൽ എടുത്തുകൊണ്ട് പോയെന്ന് വരും തിരിച്ച്. ഉപഗ്രഹത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഈ പ്രദേശത്തുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ കടൽ കരയേക്കാൾ പൊങ്ങി നിന്നിട്ട് ഈ കരഭൂമികളെല്ലാം ഇങ്ങനെ തുണ്ട് തുണ്ടായിട്ട് എന്തോ പന്ത് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കണ പോലെ തോന്നുന്നുണ്ട്. കടൽ ചെറുതായിട്ടൊന്ന് 1 മീറ്റർ 2 മീറ്റർ പൊങ്ങുകയാണെങ്കിൽ ആലപ്പുഴ കാര്യത്തൊരു തീരുമാനമാവും. കൊച്ചി അപ്പളേ പോകും, ആദ്യമേ പോകും. ഭൂമികൾ പോകാൻ സാധ്യതയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഭൂമികൾ പോകും, ആകാശം പോകും, സമയം. എന്നുവെച്ചാൽ ഈശോ എന്താ ഉദ്ദേശിച്ചത്? കാലം ദേശവും 2 കാര്യങ്ങളിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. എന്ത് സംഭവങ്ങൾ നടന്നാലും കാലത്തിൽ നടക്കും, ദേശത്തിൽ നടക്കും. ഈ ദേശം പോകും, പിന്നെന്താണ്? കാലവും പോകും. ഇപ്പം എന്ത് പറ്റും? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ വചനങ്ങളെന്ന് പറയുമ്പോൾ കാലദേശബന്ധിയായിട്ടല്ല നിൽക്കണത്. കാര്യം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇപ്പം ലൂക്കാൻ്റെ സുവിശേഷം, ആകാശം കടന്നു പോകും, ആകാശം കടന്നു പോകും, ആകാശം മാറും, ആകാശം മാറും, ഭൂമിയും മാറും, ഭൂമിയും മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകുകയില്ല.